നിങ്ങളോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവം തന്ന അനുഗ്രഹപ്പെട്ട വചനത്തിനാണ് നിങ്ങളോട് സ്തുതിക്കുന്നു. അതൊക്കെ അതിൽ നിന്നൊക്കെയും അനുഗ്രഹപ്പെട്ട ദൈവീയ ദൂതുകളെ ദൈവങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി പറയുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ സഹായിക്കണം. അടിയുടെ കഴിവോ പ്രാപ്തിയോ ഒന്നും അല്ല കർത്താവേ. ദൈവത്തിൻ്റെ കൃപ അടിയോട് കൂടെ ഇരിക്കണം. കേൾക്കുന്നത് ദൈവമക്കൾക്കും പറയുന്ന അടിയും അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥന യാചന ഘടനാ സ്തോത്രം സകല തന്നെ. ആമേൻ. എന്നെ ചിന്തിപ്പിച്ചതിനകത്ത് ആത്മീയമായിട്ടുള്ള കാര്യമുണ്ട്, ഭൗതികമായിട്ടുള്ള കാര്യമുണ്ട്. അതിനകത്ത് ആദ്യമേ ഞാൻ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇതിനകത്ത് എന്നെ ഭൗതികമായി ചിന്തിച്ച കാര്യം, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 ഏത്തപ്പവും 2 മീനുമുണ്ട്. അതാണ് ഞാൻ പറയുന്ന ഒരു മെയിനായിട്ടുള്ള കാര്യം. അതിനകത്ത് ഇവിടെ പറയുന്നത് മാതാപിതാക്കന്മാരുടെ കരുതലിനെ കുറിച്ചാണ് ഒന്നാമതായിട്ട് എന്നെ ചിന്തിപ്പിച്ചത്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്കൊരു കരുതൽ വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും ആയിപ്പോട്ടെ, ഏത് രീതിയിലും ആയിപ്പോട്ടെ എന്നുള്ളൊരു ചിന്തയോടെ അല്ല ആ മാതാപിതാക്കന്മാർ ആ കുഞ്ഞിനെ അയച്ചു. അത്രയും 5000 പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമൊക്കെ എല്ലാവർക്കും അറിയാം. അവിടെ 5000 പുരുഷന്മാരുള്ളപ്പോൾ തന്നെ ആ 5000 പുരുഷന്മാരുടെ കൂടെ അവരുടെ ഭാര്യമാരും ഉണ്ടായിരിക്കാം, അവരുടെ കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കാം. ചിലപ്പം ഓരോ കപ്പിൾസിനും ഓരോ കുഞ്ഞുങ്ങൾ വെച്ചോ അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങൾ വെച്ചോ 3 കുഞ്ഞുങ്ങൾ വെച്ചോ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ആ ഒറ്റ ഒരു ബാലൻ്റെ പേരൻസ് മാത്രമാണ് അവന് കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തു വിട്ടത്. മറ്റുള്ള ഒരു പേരൻസും അവരുടെ കൂടെ കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല. കുഞ്ഞിനെ തന്നെയാണ് കിട്ടുന്നെങ്കിലും അവർക്കുള്ള ഭക്ഷണം അവർ കരുതാതാണ് കുഞ്ഞിനെ പറഞ്ഞയച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഈ ബാലകൻ്റെ കയ്യിൽ അവന് കഴിക്കാനുള്ള ഭക്ഷണം അവൻ എന്ന് തിരിച്ചു വരുന്നോ എപ്പോൾ വരുന്നോ ഒന്നും പേരൻസിന് അറിയത്തില്ല. എങ്കിലും അവർ ആ കുഞ്ഞിന് വേണ്ടി കരുതാനുള്ളൊരു മനസ്സ് ആ പേരൻസിനുണ്ടായി. അതുപോലെ ഞാൻ പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എവിടെ പറഞ്ഞയച്ചാലും നമ്മൾ ആത്മീയമായൊരു ആഹാരം അവർക്ക് ചെറിയ പ്രായം മുതലേ കൊടുത്തു വേണം അവരെ ശീലിപ്പിക്കാനും അവരെ എവിടെ പറഞ്ഞയച്ചാലും അയക്കാനായിട്ട്. അതായത് ചെറിയ പ്രായം മുതൽ കുഞ്ഞുങ്ങൾക്ക് വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ശിക്ഷണം നമ്മൾ മാതാപിതാക്കന്മാർ അത് പറഞ്ഞു കൊടുക്കണം. അത് ചെറിയ പ്രായം തൊട്ടേ ശീലിപ്പിച്ചെങ്കിൽ മാത്രമേ അവർ എത്ര പ്രായമായിരുന്നാലും അതവർ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ എവിടെ കടന്നു ചെന്നാലും ആ ഒരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാനും ഇടയാകുകയുള്ളൂ. അതുപോലെ രണ്ടാമത് തന്നെ ചിന്തിച്ച കാര്യം, അവൻ്റെ മാതാപിതാക്കന്മാർ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പഠിപ്പിച്ച നല്ല ശീലം, അതൊരു വലിയ കാര്യമാണ് അല്ലേ? നമ്മുടെ പ്രായമുള്ളവരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും മറ്റുള്ളവരെ കരുതാനുള്ളൊരു ഹൃദയം അല്ലെങ്കിൽ ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ശീലം ആ കുഞ്ഞിനുണ്ടായിരുന്നു. അത് ചിലപ്പോൾ അവന് ഇൻബോണായിട്ട് കിട്ടിയതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ്റെ മാതാപിതാക്കന്മാർ കാണിച്ചത് കണ്ട് അവൻ ശീലിച്ചതാകാം, അല്ലെങ്കിൽ അവനെ ചെറിയ പ്രായത്തിൽ പറഞ്ഞ് ശീലിപ്പിച്ചേക്കാം. നിനക്ക് 1 ഉണ്ടെങ്കിൽ 2 ഉണ്ടെങ്കിൽ ഒരു കൂട്ടുകാരന് കൊടുക്കണം, അല്ലെങ്കിൽ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് പറഞ്ഞ് ആ പേരൻസ് പഠിപ്പിച്ചത് കൊണ്ടാണ് ആ കുഞ്ഞ് അവിടെ വന്നും ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇടയായത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ചെറിയ പ്രായം മുതൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും വേദനയിലും മറ്റുള്ളവർ ഇല്ലായ്മയിലും കരുതാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറിയ പ്രായം മുതൽ പരിശീലിക്കണം. എവിടെ ചെന്നാലും അത് നമ്മൾ അങ്ങനത്തെ ശീലമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളെ കാലിലേക്ക് മറ്റുള്ള പിള്ളേർ വീട്ടിൽ വന്നാൽ ഒരു കളിപ്പാട്ടം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു സ്വീറ്റ്സ് ഒക്കെ ആണെന്ന് 2 ഉണ്ടെന്നുള്ള തരത്തിൽ എന്നൊക്കെ പറയും. പക്ഷേ അത് നമ്മൾ ചെറിയ പ്രായം മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ഒരു ശീലവും ശീലിപ്പിക്കണം. മറ്റുള്ളവരുടെ ഇല്ലായ്മയിൽ കരുതാൻ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിൽ പ്രയാസത്തിലും അത് പറയാതെ ചെയ്യാനുള്ളൊരു മനസ്സും ഈ കുഞ്ഞിനുണ്ടായിരുന്നു. അതും നമ്മൾ ശീലിപ്പിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഭാരങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ആ കുഞ്ഞിനുണ്ടായിരുന്നു. അവിടെ ആ ഇല്ലായ്മ ഉണ്ടെന്ന് ഇവിടെ വന്ന് ആ കൂട്ടത്തിൽ വന്ന് ആർക്കും അറിയത്തില്ല കുഞ്ഞിൻ്റെ ആ ഭക്ഷണം ഉണ്ടെന്ന്. അവനത് പറയാതെ എങ്ങനെയാണ് അവർ കർത്താവിൻ്റെ ശിഷ്യന്മാർ അറിഞ്ഞത്? അവൻ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ വന്നപ്പം എൻ്റെ കയ്യിൽ എൻ്റെ അമ്മ 5 ഏത്തപ്പവും 2 മീനും തന്ന് വീട്ടിട്ടുണ്ടെന്ന് ആ കുഞ്ഞ് അവിടെ പറഞ്ഞതുകൊണ്ടാണ് ആ ശിഷ്യന്മാർക്ക് കർത്താവിനോട് പറയാനായിട്ട് ഇടയായത്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഭൗതികമായിട്ട്, അത് നമ്മുടെ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതൽ അവർക്ക് ഭൗതികമായ ആഹാരം കൊടുക്കുന്നതോടൊപ്പം തന്നെ ആത്മീയ ആഹാരവും കൊടുത്ത് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം. മറ്റുള്ളവരുടെ കഷ്ടതയിലും ഭാരത്തിലും പ്രയാസത്തിലും കൂടെ നിൽക്കാനുള്ളൊരു കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു വേണം. അതില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കിയ ഒരു ശീലം കൂടെ നമ്മൾ കൊടുക്കണം. അടുത്തൊരു സ്പിരിച്വലായിട്ടുള്ള പോയിന്റ്സ്, നമ്മുടെ നന്മകളും പിന്നെ അതുപോലെ തന്നെ പറയുന്നൊരു കാര്യം, അവിടെ ഒരു ഇല്ലായ്മ വന്നപ്പോൾ ആ ഒരു സമയത്ത് ആ ഇല്ലായ്മയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് ആ കുഞ്ഞ് കൊണ്ട് കൊടുത്ത ആ ഒരു അപ്പം വാഴ്ത്തി അനുഗ്രഹിച്ച് മറ്റുള്ളവർക്ക് 5 അപ്പവും 2 മീനും എല്ലാവർക്കും കൊടുത്ത് ശേഷിപ്പിച്ചതിന് ശേഷം 12 കൊട്ടകൾ നിറച്ചെടുക്കാനും മാത്രം കർത്താവ് കൊടുത്തു. നമ്മൾ ദൈവസന്നിധി നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം നടത്തി തരും. അതുപോലെ നമുക്ക് എന്ത് നന്മയുണ്ടായാലും ആത്മീയമായിട്ടുള്ള നന്മയാണെങ്കിലും ഭൗതികമായിട്ടുള്ള നന്മകളാണെങ്കിലും
അത് നമുക്ക് ദൈവം തരുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അത് ഇരട്ടിയായിട്ട് നമുക്ക് ദൈവം തിരിച്ചു തരും. ആ തിരിച്ചു തരുന്ന നന്മ ശേഖരിച്ച് വെക്കും. ഇവിടെ പറയുന്നുണ്ട്, അതായത് പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വീണ്ടുന്നിടത്തോളം കൊടുത്തു. അല്ലാതെ എല്ലാവർക്കും 2 അപ്പവും ഓരോ മീൻ കഷ്ണം കൊടുത്തു നല്ല പറഞ്ഞേക്കുന്നത്. എല്ലാവർക്കും വയറ് നിറച്ച് കൊടുത്തു. അതുപോലെ വേണ്ടുന്ന പോലെ മീനും കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിനെന്ന് പറഞ്ഞു. നമുക്ക് തരുന്ന നന്മകൾ, ആത്മീയമായും ഭൗതികമായിട്ടുള്ള നന്മകൾ ഒന്നും നഷ്ടമാക്കാതെ നമ്മൾ ശേഖരിച്ച് വെക്കുന്നത് നമ്മുടെ തലമുറയ്ക്കൂടെ അനുഗ്രഹമായി തീരും. അത് നമ്മൾ മാതാപിതാക്കന്മാർ കാണിക്കുന്ന ആ ഒരു ഇത് കണ്ടിട്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ശേഖരിച്ച് വെക്കുന്ന, നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന നന്മകൾ, നമ്മൾ നേടുന്ന ഭൗതികമായ നന്മയല്ല ഞാൻ പറയുന്നത്, ആത്മീയമായിട്ടുള്ള നന്മകൾ നമ്മുടെ തലമുറയ്ക്കൂടെ കൈമാറാൻ വേണ്ടി ഇടയായിത്തീരും. അത് അവർക്കൊരു അനുഗ്രഹമായി തീരും. 5 യവത്തപ്പിൽ നിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു, 12 കൂട്ടം നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യമെന്ന് പറഞ്ഞു. ആ ബാലകൻ മുഖാന്തരം അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇടയായിത്തീർന്നു. അവന്റെ പേര് ഇന്നും ആ പേര് വെളിപ്പെട്ടില്ലെങ്കിലും ഒരു ബാലകൻ എന്ന് പറഞ്ഞ് ഈ വേദോത്സവം എത്ര നാളുണ്ടോ, അല്ലെ കർത്താവ് വരുന്നിടത്തോളം, ഈ വചനം പ്രസംഗിക്കുന്നിടത്തോളം കാലം ആ ബാലകന്റെ പേരും ഈ വചനത്തിനുണ്ടാവും. പക്ഷെ അവന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആ ബാലകൻ അതുപോലുള്ള ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ മുഖാന്തരമായ ബാലകന്മാരാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്